ഹായ് എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് ജേർണിയെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. പെട്ടെന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വർഷം കൊണ്ടാണോ നമ്മൾ നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്തത്, അത്രയും വർഷം വേണ്ടി വരുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു കാൽ ഭാഗം സമയമെങ്കിലും നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ എടുക്കും എന്ന് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ചെയ്ത എക്സസൈസസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പം എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൽ ചെയ്ത എക്സസൈസ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഫോളോ ചെയ്ത കുറച്ച് ടിപ്സ് ഉണ്ട്. ആ ടിപ്സും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു വെയിറ്റ് ലോസ് ജേർണി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 15 kg ആണ് കുറച്ചത്. ഇപ്പം ഞാൻ ഓക്കെയാണ്. ഇപ്പോഴാണ് ഞാൻ എൻ്റെ ആക്ച്വൽ വെയിറ്റിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് നന്നായിട്ട് അടിച്ച് കളയുന്ന വീട്ടിൽ ചെയ്ത വർക്കൗട്ട്സ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ഞാനൊരു കോവിഡ് ടൈമിലായിരുന്നു ചെയ്തത്. അപ്പോൾ ആ ടൈമിൽ ജിമ്മൊന്നും ഓപ്പൺ അല്ലാത്തൊരു കോവിഡിൻ്റെ പീക്ക് ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഭയങ്കര മടിയുള്ളവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എക്സസൈസാണിത്. അപ്പം മടിയുള്ളവർക്ക് എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാം എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ മടിയുള്ളവർക്കും ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസസ്, അതേപോലെ വെയിറ്റ് ലോസിന് പറ്റുന്ന ടിപ്സ്. ആ ടിപ്സിനകത്തിൽ നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും മാത്രമല്ല, നമ്മളുടെ സ്ലീപ്പ് മുതൽ നമ്മുടെ ഹാബിറ്റ്സ് വരെ അതിനകത്ത് വരും. പിന്നെ കുറച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ അതിനകത്ത് വരും. സോ അതുകൊണ്ട് സെക്കൻഡ് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു നോക്കണേ. ഹായ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നങ്ങനെ വലിയ എക്സസൈസ് ഒന്നും അല്ല, നമ്മൾ ഈ മടിയൊക്കെ ഉള്ളവർക്ക് വെറുതെ നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. ഞാൻ എന്താ മുടിയൊക്കെ രണ്ടായിട്ട് ബ്രൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ എടുത്ത വീഡിയോ അല്ല. അത് കാരണം ഇതിൽ ഹെവി എക്സസൈസ് ഒന്നുമല്ല. നമ്മൾ വെറുതെയൊക്കെ നിൽക്കുമ്പം വീട്ടിലൊക്കെ വെറുതെ നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ എന്താ നോർമൽ ചപ്പലൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം സ്പോർട്സ് ഷൂസ് ഒക്കെ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ ഇത് എക്സസൈസ് ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോ അല്ല. ഇപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഈ വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ എടുക്കുകയാണ്. പിന്നെ ഇത് അപ്പർ ബോഡിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ബോഡിയുടെ മുകൾ ഭാഗത്ത് വേണ്ടിയിട്ടുള്ള എക്സസൈസസ് ആണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഹെവി എക്സസൈസ് ഒക്കെ വരും വീഡിയോസിൽ നമുക്ക് കാണാം. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഈ ബാക്ക് സൈഡിൽ ഈ ഒരു ടയർ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം നമ്മുടെ ഈ ചില ആൾക്കാർക്കൊക്കെ ബാക്ക് സൈഡിൽ കണ്ടിട്ടില്ല, അവിടെ ഇങ്ങനെ കുറച്ച് ഫാറ്റ് ഇങ്ങനെ ഡിപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന കാണും. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ നിൽക്കുമ്പോഴോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ വർക്ക് ചെയ്യുമ്പോഴോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എക്സസൈസ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ ഫസ്റ്റ് ചെയ്ത എക്സസൈസസ് ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് കാണിക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഷോൾഡറിൻ്റെ അതേപോലെ ആം ഫാറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ പോർഷനില്ലേ അവിടുത്തെയൊക്കെ ഫാറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണിത്. അതുപോലെ തന്നെ നമ്മുടെ അബ്ഡോമൻ, അതുപോലെ നമ്മുടെ ബെല്ലി ഫാറ്റ്, അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അവിടുത്തെയൊക്കെ ഫാറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണിത്. ഇതൊക്കെ നമുക്ക് വെറുതെ നിൽക്കുമ്പോഴും വെറുതെ നടക്കുമ്പോഴും ഒക്കെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസസ് ആണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതും അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരെണ്ണമാണ്. നമ്മൾ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് കണ്ടില്ലേ, നമ്മൾ വെറുതെ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴോ രാവിലെ എഴുന്നേറ്റാലോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണല്ലോ പഠിക്കുവാണല്ലോ അതിനിടയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കണ്ടില്ലേ, ഇതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു ടൈമൊന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. ഇനി വലിയ വലിയ എക്സസൈസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. അടുത്തതായി ഈ എക്സസൈസാണ്. ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ കുനിഞ്ഞിട്ട് നമ്മുടെ കൈ നമ്മുടെ കാലിൻ്റെ അറ്റത്ത് ടച്ച് ചെയ്യണം. ഇങ്ങനെ നമ്മൾ കുനിയുമ്പോൾ നമ്മുടെ വയറിൻ്റെ അവിടുത്തെ ഫാറ്റ്, ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള പ്രശ്നമല്ല ബെല്ലി ഫാറ്റ്, അത് നല്ലോണം കുറയ്ക്കാൻ പറ്റുന്നത് എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളൊരു എക്സസൈസാണ്. എനിക്ക് നല്ലോണം വർക്കായിട്ടുള്ളൊരു എക്സസൈസാണിത്. അപ്പോൾ ഇത് ചെയ്യുന്നതും നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടാത്ത ഒരു എക്സസൈസാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള എക്സസൈസിൽ നിന്നൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ബിഗിനിങ് സ്റ്റേജിൽ ഒരിക്കലും ഹെവി എക്സസൈസിലേക്ക് ഡയറക്റ്റ് പോവാതെ ഇങ്ങനത്തെ സിമ്പിൾ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ബോഡിയെ വാം ചെയ്യുക. അങ്ങനെ വാമപ്പ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ കുറച്ചുകൂടെ വലിയ എക്സസൈസിലോട്ടൊക്കെ പോവാം. അപ്പം തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എക്സസൈസിലേക്കൊക്കെ കടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ സിമ്പിളായിട്ടുള്ള ഈ പറഞ്ഞ വർക്കൗട്ട്സ് ഒക്കെ. ഈ വർക്കൗട്ട് കണ്ടില്ലേ, ഇത് നമുക്ക് കാലകത്തി വെച്ചിട്ടും അതുപോലെ കാലടുപ്പിച്ച് വെച്ചിട്ടും നമുക്ക് ചെയ്യാം. ഇത് പണ്ട് സ്കൂളിലൊക്കെ ആക്ഷൻ സോങ് ഒക്കെ ചെയ്യുന്ന പോലെ തോന്നില്ലേ? കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. ഇച്ചിരി മെയ്യ് അനങ്ങാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കും അതുപോലെ ഇച്ചിരി മടിയൊക്കെ ഉള്ളവർക്കും ഒക്കെ സിമ്പിളായിട്ട് വെറുതെ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്തോ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴോ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ എക്സസൈസാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് അപ്പർ ബോഡി വർക്കൗട്ട്സിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. അതായത് നമ്മുടെ ഈ ഒരു നീസ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ടച്ച് ചെയ്യിക്കുക. ഇതിങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും ചെയ്യുമ്പം നമ്മുടെ ആ ഒരു ബെല്ലി ഫാറ്റ് കുറച്ചൊക്കെ ഒന്ന് അനങ്ങാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. പിന്നീട് നമുക്ക് ഹെവി എക്സസൈസിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു വെയിറ്റ് ലോസ് ജേർണിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇങ്ങനെ കുറച്ച് എക്സസൈസസ് മാത്രം പോരാ, മറിച്ച് ഇതിൻ്റെ കൂടെ കുറച്ച് ടിപ്സും കുറച്ച് ട്രിക്സും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. ആ പറഞ്ഞ ട്രിക്സിൽ കുറച്ച് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നമ്മുടെ ഹോബീസുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ബിഗിനിങ് സ്റ്റേജിൽ യൂസ് ചെയ്ത സിമ്പിൾ വർക്കൗട്ട്സ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. അതുപോലെ നമ്മൾ ഇതൊക്കെ സ്പോർട്സ് ഷൂ ഒക്കെ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ ബോഡി ഒന്ന് വാമപ്പ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു പഞ്ചിങ് കണ്ടില്ല, ഇത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ അപ്പർ ബോഡിക്ക് മാത്രം, അതായത് നമ്മുടെ ഒരു ആം ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടുത്തെ അതുപോലെ ബാക്ക് സൈഡിലെയും ടയർ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് ടൈം നമ്മളിങ്ങനെ ഈ കാലും കൂടെ അതിനകത്തിൽ ഇൻവോൾവ് ചെയ്യുമ്പം നമ്മുടെ ആ ഒരു ബെല്ലി സൈഡിലെയും അതുപോലെ നമ്മുടെ ആ ഒരു ബട്ട്സിൻ്റെ സൈഡിലെയും ഫാറ്റൊക്കെ നല്ലപോലെ ബേൺ ആവും. അതുപോലെ നമ്മുടെ രണ്ട് കൈയിലെയും ഈ ഒരു ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു ആം ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഷേക്കിങ് കണ്ടില്ലേ, ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ നല്ലപോലെ നമ്മുടെ അവിടുത്തെ ഫാറ്റ് കുറയും. ട്രസ്റ്റ് മീ, എൻ്റെ കയ്യിലെ ഫാറ്റ് ഞാൻ കുറച്ചത് ഈ ഒരു എക്സസൈസ് ചെയ്തിട്ടാണ്. ഇത് ചെയ്യാൻ നമുക്ക് വേറെ സ്പെഷ്യൽ ടൈമോ കാര്യമോ ഒന്നും ആവശ്യമില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ വർക്ക് ചെയ്യുമ്പോഴോ വെറുതെ നടക്കുമ്പോഴോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 100% ഷുവറാണ് നമ്മുടെ ആം ഫാറ്റ് കുറയ്ക്കാൻ പറ്റും. ജമ്പിങ് ജാക്സ് ആണ്. ജമ്പിങ് ജാക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫാറ്റ് ഒരു 98% കുറച്ചത്. നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ നമ്മൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു എക്സസൈസാണ് ജമ്പിങ് ജാക്സ് എന്ന് പറയുന്നത്. ഇതൊരു ഫുൾ ബോഡി വർക്കൗട്ടാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കവിളിലെയും ആം ഫാറ്റും ബെല്ലി ഫാറ്റും അതുപോലെ ടയർ ഫാറ്റും എല്ലായിടത്തെയും ഫാറ്റ് ഒരുപോലെ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു എക്സസൈസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റ് ഈ പറഞ്ഞ ഹെവി എക്സസൈസിലേക്ക് ഒന്ന് ഡയറക്റ്റ് ജമ്പ് ചെയ്യുന്ന വേണ്ട. ഫസ്റ്റ് ഞാൻ കാണിച്ച സിമ്പിൾ എക്സസൈസ് ഒക്കെ ചുമ്മാ നമ്മൾ ചെയ്ത് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു റൊട്ടീനാക്കി മാറ്റുക. അതിനുശേഷം മാത്രം നമ്മുടെ ബോഡി വാമപ്പ് ആക്കിയിട്ട് നമുക്ക് ഹെവി എക്സസൈസ് കടക്കാം. ജമ്പിങ് ജാക്സിനെക്കാളും കുറച്ചും കൂടി സിമ്പിളായിട്ട് ഞാൻ ചെയ്ത ഒരു എക്സസൈസ് ഞാൻ കാണിച്ചു തരാം. അത് ബട്ട് കിക്സ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു കാല് നമ്മളിങ്ങനെ റൺ ചെയ്യുന്നത് പോലെ കുറച്ച് മുകളിലേക്ക്, അതായത് നമ്മുടെ ബട്ട്സിലേക്ക് ടച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ കിക്ക് ചെയ്യുക. ഇതാണ് ബട്ട് കിക്സ്. ഇത് ചെയ്യുമ്പം നല്ലൊരു വർക്കൗട്ടാണിത്. നല്ലൊരു ഫുൾ ബോഡി വർക്കൗട്ട് തന്നെയാണ്. നമ്മുടെ ബോഡിയിലെ കംപ്ലീറ്റ് സ്ഥലത്തെയും ഫാറ്റ് ശരിക്കും ഇത് അലിയിച്ച് കളയുന്ന ഒരു എക്സസൈസാണ്. അപ്പം നമ്മുടെ ജമ്പിങ് ജാക്സിൻ്റെ അത്രയും ഹെവി അല്ല, എന്നാൽ അത്യാവശ്യം ഫുൾ ബോഡി വർക്കൗട്ടും കൂടിയാണിത്. നെക്സ്റ്റ് ആണ് എൻ്റെ ഫേവറേറ്റ് വർക്കൗട്ട്. ഇതാണ് പെൻഡുലം സ്വിങ്സ് എന്ന് പറയുന്നത്. ഇത് അടിപൊളിയാണ്, ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഇത് ഞാൻ നമ്മുടെ വേറൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ട് കോപ്പി ചെയ്ത ഒരു എക്സസൈസ് ആണ്. ഇത് ഞാൻ വർക്ക് ചെയ്ത് എനിക്കിത് വർക്കായ ഒരു എക്സസൈസ് ആണ് കേട്ടോ. ഇതൊരു ഫുൾ ബോഡി വർക്കൗട്ടാണ്. നല്ലപോലെ നമ്മുടെ ഫാറ്റ് കുറയും. നമ്മുടെ ഫുൾ ബോഡി ആയത് കാരണം നമ്മുടെ കവിളിലെ പോലും ഫാറ്റ് നന്നായിട്ട് കുറയും. ഇപ്പം നമ്മുടെ ബോഡിയിൽ ഒരു പർട്ടിക്കുലർ പാർട്ടിൻ്റെ മാത്രമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. ഫുൾ ബോഡി കുറയുമ്പോഴാണ് നമുക്ക് ഫാറ്റ് കുറയുന്നത്. അപ്പം നല്ലപോലെ നമ്മുടെ ഫാറ്റിനെ അലിയിച്ച് കളയുന്ന ഒരു എക്സസൈസാണ് ഈ ഒരു പെൻഡുലം സ്വിങ്സ്. രണ്ട് സൈഡിലേക്കും ഇങ്ങനെ സ്വിങ് ചെയ്യുക. നമ്മുടെ ബോഡിയിലെ ടയർ ഫാറ്റ് കുറയ്ക്കുന്ന വേറൊരു എക്സസൈസാണിത്. ഈ രണ്ട് സൈഡിലോട്ടും ഈ ഒരു കർവ് ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സൈഡിലെ ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആവും. അപ്പുറത്തെ സൈഡിലേക്ക് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിലേയും ബേൺ ആവും. അപ്പം നല്ല ഒരു കർവി ഷേപ്പ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസാണിത്. ഇതൊക്കെ ചെയ്യുന്നത് വഴി നമുക്കൊരു എക്സസൈസ് എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ റുട്ടീനിലേക്ക് ആഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഹെവി എക്സസൈസിലേക്ക് കടക്കാവുന്നതാണ്.
എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയുടെ ടൈമിൽ എൻ്റെ വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞത് എൻ്റെ ഈ ഒരു ലോങ് ഹെയർ ആയിരുന്നു. അന്ന് എനിക്ക് ഇത്രയല്ലായിരുന്നു, കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ രണ്ട് സൈഡിലേട്ടും ബ്രൈഡ് ചെയ്തിട്ടിട്ടായിരുന്നു എക്സസൈസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഹെയർ കെയറും കൂടെ ആ സമയത്ത് ആവശ്യമായിരുന്നു. നമുക്കിനി നമ്മുടെ ഈ ഒരു സൈഡ് ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു അടിപൊളി എക്സസൈസാണിത്. ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ടേൺ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ഈ ഒരു ടയർ ഫാറ്റ്, അതുപോലെ നമ്മുടെ രണ്ട് സൈഡിലെയും ഫാറ്റ് നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും. ബെല്ലി ഫാറ്റ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുമൊക്കെ നമുക്ക് ബിഗിനിങ് സ്റ്റേജിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസസ് ആണ്. പിന്നെ ഈ ഡാൻസിൻ്റെ സ്റ്റെപ്സൊക്കെ ഇല്ലേ, ഇത് ഇങ്ങനെ ഉള്ള ചില ഡാൻസിൻ്റെ സ്റ്റെപ്സാണ് ഇതൊക്കെ. പിന്നെ വേറെ ഉണ്ടല്ലോ ദിലീപിൻ്റെ ചാന്തപൊട്ടിലെ മാങ്ങപ്പറി ഈ ചെളിക്കുത്ത്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ പല ഡാൻസിലും നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്സാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെപ്സൊക്കെ നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചുമ്മാ ചെയ്യുന്നത് വഴി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു വെയിറ്റ് ലോസിലേക്കുള്ള നമ്മുടെ വർക്കൗട്ടിൻ്റെ എക്സസൈസിൻ്റെ ഒരു റുട്ടീനിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് നമ്മുടെ എക്സസൈസ് എങ്ങനെ ചെയ്യണം എന്നല്ല, എക്സസൈസിലേക്ക് അതൊരു നമ്മുടെ റുട്ടീനാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.